So we are continuing the reactions in liquid ammonia. In the last class we discussed about the metals in liquid ammonia, the reactions that is used as a solvent, that is metal in liquid ammonia, and another one that the redox reactions in liquid ammonia. Next we want to study acid-base reactions in liquid ammonia. Okay, so before that we want to know about the autoionization of ammonia. How we can represent autoionization? 2NH3 that will autoionize to form NH4 plus ion and NH2 minus. Okay, and this is ammonium ion and this is amide ion. So plus and minus, and there is another autoionization. Suppose 3NH3 that will gives 2NH4 plus NH2 minus. Its name is imide ion. Okay, and there is another autoionization 4NH3 that will ionize to form 3NH4 plus N3 minus. The NH2 minus, NH2 minus, N3 minus, and it is nitride ion. Okay, so autoionization മനസ്സിലായോ? ഇങ്ങനെ വരുമ്പോൾ അമോണിയം അയോണും അമൈഡ് അയോണും. വേറൊരിത് അമോണിയം, എല്ലാത്തിലും അമോണിയം അയോണാണ് കാറ്റയോൺ, ആൻഡ് ഇറ്റ് മേ ബി അമൈഡ് ആവാം, ഇമൈഡ് ആവാം, നൈട്രൈഡ് ആവാം. ഓക്കെ, അമൈഡ്, ഇമൈഡ്, നൈട്രൈഡ് ആൻഡ് അമോണിയം, ഇത്രയും അയോൺസ് ഓട്ടോഅയണൈസേഷൻ നടന്നാൽ നമുക്ക് കിട്ടും. So here we are discussing about acid-base reactions in liquid ammonia, and according to solvent system concept, കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞില്ലേ കുറേ തിയറീസ് ഉണ്ട്. അതിലൊരു ആസിഡ് ബേസ് തിയറിയാണ് സോൾവെൻറ്റ് സിസ്റ്റം കോൺസെപ്റ്റ്. അതായത് ഒരു മെറ്റീരിയൽ അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നിർണ്ണയിക്കുന്നത്, ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സോൾവെൻറ്റ്. ഒരു സോൾവെൻ്റ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ആസിഡ് ബേസ് ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു സോൾവെൻറ്റ് സിസ്റ്റംസ് കൺസെപ്റ്റ്, any species that will increase the concentration of NH4 plus ion will be an acid in liquid ammonia. നമ്മളൊരു സോൾവെൻറ്റ്, ആ സോൾവെൻറ്റിൽ ഒരു സ്പീഷീസ് ആസിഡ് ആണോ ബേസ് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം അമോണിയ ഓട്ടോ അയണൈസ് ചെയ്താൽ ഉണ്ടാകുന്നത് അമോണിയം അയോണും പിന്നെ അമൈഡ്, ഇമൈഡ്, നൈട്രൈഡ് അയോണാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആയ അമോണിയം അയോൺ ഏതെങ്കിലും ഒരു സ്പീഷീസ് നമ്മൾ ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്താൽ, ഇഫ് ഇറ്റ് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് NH4 പ്ലസ് അയോൺ തരുന്നതാണ് എങ്കിൽ, ആൻഡ് ദാറ്റ് ഈസ് ടേംഡ് ആസ് അമോണോ ആസിഡ് എന്ന് പറയും. അതായത് ആ സ്പീഷീസ് എന്താണ്? അമോണോ ആസിഡാണ്. ഫോർ എക്സാമ്പിൾ നോക്കൂ, അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് വെൻ ഇറ്റ് ഈസ് ഡിസോൾവ്സ് ഇൻ ലിക്വിഡ് അമോണിയ, നമ്മളത് പിന്നെ ലിക്വിഡ് അമോണിയയിലേക്ക് ഡിസോൾവ് ചെയ്യാൻ പോകും. അമോണിയം ക്ലോറൈഡ് നമുക്കറിയാം ആസിഡ് ഒന്നുമല്ല, വാട്ടറിൽ ദാറ്റ് ഈസ് നോട്ട് ആൻ ആസിഡ് ആൻഡ് ബേസ്. ഓക്കെ, സോ വെൻ ഇറ്റ് ഈസ് ഡിസോൾവ്സ് ഇൻ ലിക്വിഡ് അമോണിയയിൽ നമ്മളത് ഇട്ട് കഴിഞ്ഞു വെച്ചാൽ ദാറ്റ് വിൽ അയണൈസ് ടു ഫോം NH4 പ്ലസ് Cl മൈനസ്. NH4Cl അയണൈസ് ചെയ്തിട്ട് NH4 പ്ലസ് Cl മൈനസ്. അപ്പോൾ വെറും ലിക്വിഡ് അമോണിയയിൽ NH4 പ്ലസ് ഉണ്ട് ഓട്ടോഅയണൈസേഷൻ, പക്ഷേ അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്തപ്പോൾ നോക്കി നോക്കൂ, കുറച്ചുകൂടി NH4 പ്ലസ് ഉണ്ടായി, അതായത് NH4 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. സോ ദിസ് സ്പീഷീസ് ഈസ് ആൻ ആസിഡ് ഇൻ ലിക്വിഡ് അമോണിയ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം? അമോണോ ആസിഡ് എന്ന് പറയാം. So any species that will increase the concentration of NH4 plus ion in liquid ammonia is an acid and is termed as ammono acid. So all ammonium salts, അമോണിയത്തിൻ്റെ എല്ലാ സോൾട്ട് എടുത്താലും അതെന്തായിരിക്കും? ആസിഡ് ആയിരിക്കും ഇൻ ലിക്വിഡ് അമോണിയ. അമോണിയം ക്ലോറൈഡ്, അമോണിയം സൾഫേറ്റ്, അമോണിയം ബ്രോമൈഡ്, അങ്ങനെ എന്ത് അമോണിയത്തിൻ്റെ സോൾട്ട് എടുത്താലും, അമോണിയം നൈട്രേറ്റ് എല്ലാം ആസിഡാണ്.
Okay, so any species that increase the concentration of NH4 plus is an acid in liquid ammonia. Okay, ammonium chloride, that is not an acid or base in water. Water അത് ആസിഡും ബേസും അല്ല, അതൊരു സോൾട്ട് ആണ് അല്ലേ, നമ്മൾ എപ്പോഴും സോൾട്ട് അല്ല അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് an acid in liquid ammonia. So same as that acid character, we can say according to solvent system concept, any species that give amide ion, എന്താ amide ion, NH2 minus, or imide ion, NH2 minus, or nitride ion, N3 minus. Any species that will increase the concentration of amide ion, imide ion, or nitride ion when dissolves in liquid ammonia is an ammono base. ഏത് സ്പീഷീസാണോ ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഇത് തരുന്നത്, അല്ലെങ്കിൽ അമൈഡോ ഇമൈഡോ നൈട്രൈഡോ തരുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ആൻ അമോണോ ബേസ്. ഫോർ എക്സാമ്പിൾ, സോ ഓൾ മെറ്റൽ അമൈഡ്സ് എന്താ മെറ്റൽ അമൈഡ് എക്സാമ്പിൾ നമുക്ക് എഴുതാം. KNH2 പറഞ്ഞാൽ എന്താണ്, പൊട്ടാസ്യം അമൈഡ് KNH2 when it is dissolved in ammonia, ലിക്വിഡ് അമോണിയയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ റിലീസ് K++ NH2 മൈനസ്. സോ NH2 മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഓൾറെഡി ഉണ്ട്. KNH2 ഇതിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ NH2 മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. സോ ഇറ്റ്സ് ആൻ അമോണോ ബേസ്. KNH2 പൊട്ടാസ്യം അമൈഡ് എന്ന് പറയുന്നത് ഒരു അമോണോ ബേസ് ആണ്. ഓക്കെ, ആൻഡ് ഇനി ഇമൈഡ് തരുന്നത് ഒരാളെ എഴുതാം, ലെഡ് ഇമൈഡ്. This is lead imide. When it dissolves in liquid ammonia, it gives a Pb2 plus NH2 minus. Okay, so imide തന്നു. സോ ഇതെന്താണ്, ലെഡ് ഇമൈഡ് എന്ന് പറയുന്നത് ഒരു അമോണോ ബേസ് ആണ്. ഓക്കെ, ദെൻ വാട്ട് ഇസ് ദിസ്, BiN, bismuth nitride. When dissolves in liquid ammonia, it gives bismuth 3++ N3 minus. നൈട്രൈഡ് തന്നു അല്ലേ. സോ ബിസ്മത്ത് നൈട്രൈഡ് എന്ന് പറയുന്നത് അമോണോ ബേസ് ആണ്. കിട്ടിയ കുട്ടികളെ കാര്യം, എനി സ്പീഷീസ് ദാറ്റ് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് NH4+ can be treated as an ammono acid. Any species that increase the concentration of amide, imide and nitride in liquid ammonia can be considered as a ammono base. Then നമുക്കറിയാം അമോണിയ ദാറ്റ് കണ്ടെയ്ൻസ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺ. സോ ഇറ്റ് ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും. സോ ഇറ്റ്സ് എ ബേസ് ആണ് അല്ലേ. സോ എനി സബ്സ്റ്റൻസ് ഇൻ പ്രസൻസ് ഓഫ് ബേസ്, എനി ആസിഡ് വെൻ ഇറ്റ് ട്രീറ്റഡ് വിത്ത് അമോണിയ, ആസിഡ് ബേസ് റിയാക്ഷൻസ് അവിടെ നടക്കും, പോസിബിൾ ആണ് അല്ലേ. ആൻഡ് അനദർ തിങ് ഈസ് ദാറ്റ് അമോണിയ ക്യാൻ ആക്ട് ആസ് എ ലെവലിംഗ് സോൾവെൻറ്റ്. അന്ന് നമ്മൾ പറഞ്ഞില്ലേ ലെവലിംഗ് സോൾവെൻറ്റ്. എന്താ ലെവലിംഗ് സോൾവെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഓൾ സ്ട്രോങ് acids and weak acids are equally strong in liquid ammonia. For example, strong acid എടുത്തു HClO4 plus ammonia, and we have the solvent as liquid ammonia, and how we can write NH4 plus ClO4 minus. ammonia accept ചെയ്തു, H+നെ accept ചെയ്യുന്നത് base. So this is an acid and this is a base. So this is the reaction, and we can write with the HNO3. ഓക്കെ, ഞാൻ ഇത് എഴുതുന്നില്ല കേട്ടോ. ഓക്കെ, NH4 plus what will NO3 മൈനസ് വരും. ഓക്കെ, ആൻഡ് സോ ഇതെല്ലാം സ്ട്രോങ് ആണ് നമുക്ക് അറിയാം. സോ ഇവർ രണ്ടുപേരും ഈക്വലി സ്ട്രോങ് ആയിരിക്കും അമോണിയയിൽ, ബിക്കോസ് അമോണിയ ഈസ് എ ലെവലിംഗ് സോൾവെൻറ്റ്. എന്നാൽ നമുക്ക് വീക്കായ ഒരാളെ എടുക്കാം, അസറ്റിക് ആസിഡ്. ഓക്കെ, ഈ HClO4 അടുത്തൊക്കെ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞൊരു പഞ്ചപാവാണ് അല്ലേ, വളരെ സ്ട്രെങ്ത് കുറവാണ്. ബട്ട് if there is ammonia ഉണ്ട്, if we are using liquid ammonia as a solvent, its ionization can be represented as NH4 plus CH3CO minus. Even this weak acid, acetic acid, is very strong in liquid ammonia. So വാട്ടറിലാണ് ഇത് കൂടുതൽ സ്ട്രോങ്, പിന്നെ then ഇത് വീക്ക് ആയിരിക്കുന്നത്. സോ നമ്മൾ ലിക്വിഡ് അമോണിയയാണ് സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. all the strong acids and weak acids are equally strong in ammonia. അതിൻ്റെ റീസൺ പറഞ്ഞില്ലേ,
അതായത് ഈ ക്യാരക്ടറിസ്റ്റിക് കാറ്റോണിനേക്കാൾ സ്ട്രോങ് ആയവരെല്ലാവരും ലെവലാവും അല്ലേ. ഇതിനേക്കാൾ വീക്കായവരാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ NH4+ അപേക്ഷിക്കുമ്പോൾ ഇവരെല്ലാവരും സ്ട്രോങ് ആയതുകൊണ്ട് ദേ വിൽ ലെവൽഡ് ഇൻ അമോണിയ. ദാറ്റ് ഈസ് അമോണിയ ക്യാൻ ആക്ട് ആസ് എ ലെവലിംഗ് സോൾവെൻറ്റ്. വാട്ടറിൽ ഇവർ ഡിഫറൻറ്റ് സ്വഭാവം കാണിക്കും, ബട്ട് ഇൻ ലിക്വിഡ് അമോണിയ ദേ ആർ ഈക്വലി സ്ട്രോങ്. ഓൾ സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ഈവൻ വീക്ക് ആസിഡ്സ് ആർ ഈക്വലി സ്ട്രോങ് ഇൻ ലിക്വിഡ് അമോണിയ. സോ ലെവലിംഗ് എഫക്റ്റ് പഠിച്ചു. ഓക്കെ, അപ്പോൾ വീക്കായ ആൾക്ക് ഇത് നോക്കൂ, നല്ല രസമാണ്. നമ്മൾ അസറ്റിക് ആസിഡ് CH3COOH വാട്ടറിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡബിൾ ഹെഡഡ് ആരോ ആണ് എടുക്കുക. CH3COO- പ്ലസ് H+ എന്ന് എഴുതുക. കാരണം വീക്കായിട്ടാണ് അയണൈസ് വീക്കായിരിക്കും ഇത്. പക്ഷേ നോക്കൂ, ലിക്വിഡ് അമോണിയയിൽ നോക്കൂ, 1 ഹെഡഡ് ആരോ അല്ലേ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ അത് കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഡബിൾ ഹെഡഡ് ആരോ ഇതുണ്ടായി കഴിഞ്ഞാൽ തന്നെ ഇതിങ്ങനെ കമ്പൈൻ ചെയ്ത് ഇങ്ങോട്ടാണ് വീക്കായത് കാരണം. ഓക്കെ, പക്ഷേ ലിക്വിഡ് അമോണിയയിൽ നമ്മൾ കംപ്ലീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ആരോഗ്യ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഇനി വേറൊരു കാര്യം കേട്ടോളൂ. നമ്മളുടെ യൂറിയ, വാട്ട് ഈസ് യൂറിയ? NH2CONH2. So urea is NH2CONH2. Urea, that is not an acid or base in water. Water അതൊരു ആസിഡും അല്ല ബേസും അല്ല. But when it is dissolved in liquid ammonia, if we have liquid ammonia as the solvent, it will act as an acid. So that will give NH4++ NH2CONH-. നോക്കൂ, ഇവിടെ NH3 NHലുള്ളൊരു ഹൈഡ്രജൻ ഇങ്ങോട്ട് മേടിക്കും, അപ്പോൾ അത് NH4+ ആയി മാറും, ഇതിങ്ങനെ നിൽക്കും. ഓക്കെ, സോ എന്താ ഉണ്ടായേ നോക്കൂ, ഇത് NH4+. So what will happen? It will increase the concentration of NH4+. So it is a weak acid. It is a weak acid in liquid ammonia. നമ്മൾ യൂറിയ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് അസെറ്റമൈഡ് നോക്കാം. CH3CONH2 അതാണ് അസെറ്റമൈഡ്. സോ സെയിം തന്നെയാണ് നമുക്ക് കിട്ടുക. NH4+ൻ്റെ കോൺസെൻട്രേഷൻ കൂടി CH3CONH-. നോക്കൂ, അപ്പോൾ എന്താണ്ടായേ, ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. സോ ബോത്ത് urea, acetamide, etc. are weak acids in ammonia. weak acids ആണ്. ഓക്കെ, സോ ഇവരൊന്നും ആസിഡ് ബേസ് ക്യാരക്ടർ വാട്ടറിൽ കാണിക്കില്ല, ബട്ട് ദേ ആർ വീക്ക് ആസിഡ്സ് ഇൻ അമോണിയ. ഓക്കെ, ദെൻ നമുക്കറിയാം certain substances that can act as bases in water but are insoluble in liquid ammonia, like hydrides ഒക്കെ എന്ന് പറയുന്നത് ബേസ് തന്നെയാണ്. ഓക്കെ, ബട്ട് അവർ ആ ബേസസ് പറഞ്ഞ H- എന്ന് പറയുന്നത് സ്ട്രോങ് ആയ ബേസാണ്. ബട്ട് H- പോലെ വേറൊരു ഓക്സൈഡുകളൊക്കെ ഉണ്ട് വിചാരിച്ചുള്ളൂ, O2- ഒക്കെ. ദേ ആർ ഈക്വലി സ്ട്രോങ് ഇൻ ലിക്വിഡ് അമോണിയ. അതായത് വാട്ടറിൽ നമ്മൾ ഡിഫറെൻറ്റ് ബിഹേവിയർ കാണിച്ചവരും എന്തായി കാണിക്കും, ഈ ലിക്വിഡ് അമോണിയയിൽ സെയിം ക്യാരക്ടറാണ് കാണിക്കുക, സെയിം സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. സോ ദാറ്റ് ഈസ് ലെവൽഡ്. അതായത് H- O2- ഒക്കെ അല്ലേ, അത് അവരൊക്കെ എന്താണ്, അവരുടെ ബേസിസിറ്റി എല്ലാം ഡിഫറെൻ്റ് ആണ് ഇൻ വാട്ടർ. ബട്ട് ഇൻ സോൾവെൻറ്റ് ലൈക്ക് ലിക്വിഡ് അമോണിയ ദെയർ ബേസിസിറ്റീസ് ആർ ലെവൽഡ്. അപ്പോൾ അസിഡിറ്റിയും ലെവൽ ചെയ്യാൻ പറ്റും, ബേസിസിറ്റിയും ലെവൽ ചെയ്യാൻ ആർക്ക് പറ്റും, അമോണിയയ്ക്ക് പറ്റും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആസിഡ് ബേസ് റിയാക്ഷൻസ് ഇൻ അമോണിയാണ്. നമുക്കറിയാം, ഇൻ വാട്ടർ ആസിഡ് ക്യാൻ റിയാക്ട് വിത്ത് എ ബേസ് to form salt plus water അല്ലേ. അതേപോലെ തന്നെ if an ammono acid combines with the ammono base, that will give salt plus, ഇവിടെ വാട്ടർ ആണെങ്കിൽ salt plus ammonia. ഇത് വാട്ടറിലുള്ള അക്വസിലുള്ള റിയാക്ഷനാണ്, ഇത് അമോണിയയിൽ. അപ്പോൾ അമോണിയയിൽ നമ്മൾ എന്താ പറയുക, അമോണോ ബേസും അമോണോ ആസിഡും അമോണോ ബേസും കമ്പൈൻ ചെയ്താൽ സോൾട്ട് പ്ലസ് അമോണിയയാണ് നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഒരു അമോണോ ആസിഡ് പറയൂ. അമോണോ ആസിഡിൻ്റെ പ്രത്യേകത ഉണ്ടായിരിക്കണം, എന്താണ്, അമോണിയം അയോൺ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ NH4Cl പ്ലസ്. അമോണോ ബേസ് പറയൂ, ഏതൊക്കെയാണ് അമോണോ ബേസ്? അമൈഡ് തരുന്നവർ, ഇമൈഡ് തരുന്നവർ, നൈട്രൈഡ്. അപ്പോൾ അമൈഡ് തരുന്നത് പൊട്ടാസ്യം അമൈഡ് KNH2. So this is an ammono acid and say an ammono base that will neutralize in liquid ammonia. അപ്പോൾ നമ്മളിവിടെ ലിക്വിഡ് അമോണിയാണ് സോൾവെൻറ്റ്, ആൻഡ് യു വിൽ ഗെറ്റ് KCl, പൊട്ടാസ്യം ക്ലോറൈഡ് കിട്ടും, പ്ലസ് 2NH3, അമോണിയ പ്ലസ് സോൾട്ട്.
ഇത് വാട്ടർ പ്ലസ് സോൾട്ട് പറയുന്ന പോലെ ഇവിടെ എന്താണ് അമോണിയ പ്ലസ് സോൾട്ട് കിട്ടി. ഓക്കെ, എന്നാൽ വേറൊരു ആളെ നോക്കാം. അമോണിയം ഉള്ളത് അമോണിയം നൈട്രേറ്റ് NH4NO3 അമോണിയം നൈട്രേറ്റ് പ്ലസ് ഒരു ഇമൈഡ് നോക്കാം, ലെഡ് ഇമൈഡ്. ഓക്കെ, സോ ദാറ്റ് വിൽ ഗീവ് ലെഡ് നൈട്രേറ്റ് NO3 ട്വൈസ്. അപ്പം നമ്മൾ 2 എഴുതി പ്ലസ് എന്ത് വരും 3NH3 എന്ന് വരും. അവിടെയും സോൾട്ട് പ്ലസ് അമോണിയ കിട്ടി. ഓക്കെ, എന്നൊരു ഇമൈഡ് നൈട്രൈഡ് കിട്ടുന്നത് നമുക്ക് എഴുതാം അമോണിയം ക്ലോറൈഡ് പോലെ അമോണിയം അയഡൈഡ്. ഓക്കെ, പ്ലസ് ബിസ്മത്ത് നൈട്രൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ബിസ്മത്ത് അയഡൈഡ് കിട്ടും I3. അപ്പം നമ്മളിവിടെ 3 എഴുതുക. ഓക്കെ, ആൻഡ് യു വിൽ ഗെറ്റ് 4NH3 കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ അമോണോ ആസിഡും അമോണോ ബേസും ഒരു ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ യു വിൽ ഗെറ്റ് സോൾട്ട് പ്ലസ് അമോണിയ. ഇതൊരു അമോണോ ആസിഡ്, അമോണോ ബേസ്, ലിക്വിഡ് അമോണിയ. ഇവിടെയൊക്കെ ലിക്വിഡ് അമോണിയ ഉണ്ട് കേട്ടോ. സോൾട്ട് പ്ലസ് അമോണിയ, സോൾട്ട് പ്ലസ് അമോണിയ, സോൾട്ട് പ്ലസ് അമോണിയ. സോ ദാറ്റ് ഈസ് ദ ആസിഡ് ബേസ് റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. അതുപോലെ നമുക്ക് നമ്മളുടെ ഇതും എഴുതാം, യൂറിയ ആയിട്ടുള്ള NH2CONH2 ആസിഡാണ്, ആൻഡ് ദാറ്റ് ഈസ് കമ്പൈൻ വിത്ത് എ ബേസ് KNH2. സോ യു ക്യാൻ റൈറ്റ് K പ്ലസ് ഒരു കോംപ്ലക്സ് ഉണ്ടാവുക NH2CONH എന്ന് വരും കേട്ടോ. ഓക്കെ, മൈനസ് പ്ലസ് NH3 അമോണിയ. അപ്പോൾ ഇതും ആസിഡും ബേസും കമ്പൈൻ ചെയ്തിട്ട് സോൾട്ട് പ്ലസ് അമോണിയ കിട്ടുന്നു. ദാറ്റ് ഈസ് ആസിഡ് ബേസ് റിയാക്ഷൻസ് ഇൻ അമോണിയ. Okay, so far we discussed 3 types of reactions. What are they? Metals in liquid ammonia, redox reactions in liquid ammonia, and acid base reaction. Next we want to study precipitation reactions. എന്താ precipitation എന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ ഒരു ഇൻസോലബിൾ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു precipitate ഉണ്ടാവുന്നു അല്ലേ. For example, if we have A, reagent A, when it is added to B, if there is a solvent. Okay, if we get C, and if C is insoluble in that solvent, what will happen? It will precipitate. അത് ഡിസോൾവ് ചെയ്യാതെ ഇങ്ങനെ precipitate ചെയ്ത് കിടക്കും അല്ലേ. അപ്പോൾ നമ്മൾ precipitate നമ്മൾ ഇങ്ങനെ കാണിക്കുക, അതായത് that will settle down എന്നുള്ള. ഗ്യാസ് ആണെങ്കിൽ നമ്മൾ അപ്പ് ആരോ കാണിക്കും അല്ലേ. ഓക്കെ, സോ അതാണ് precipitation reaction. If the formed product is insoluble, that will precipitate. അപ്പോൾ അങ്ങനെയുള്ള precipitation റിയാക്ഷൻസ് നമുക്ക് വാട്ടറിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു, ഇത്തരം precipitation റിയാക്ഷൻസിനെ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് പറഞ്ഞു വെച്ചാൽ ദ റിയാക്ഷൻസ് വിച്ച് ഒക്കർ ഇൻ റിവേഴ്സ് മാനർ ടു വാട്ട് ഹാപ്പൻസ് ഇൻ അക്വസ് മീഡിയം. അക്വസ് മീഡിയത്തിൽ നടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അമോണിയയിൽ നടക്കുന്നത്. അതൊരു കാറ്റഗറി. ദെൻ അടുത്തത് പറഞ്ഞു വെച്ചാൽ ദ റിയാക്ഷൻ ദാറ്റ് ഒക്കർ ഇൻ ലിക്വിഡ് അമോണിയ ബട്ട് നോട്ട് ഇൻ വാട്ടർ. വാട്ടറിൽ നടക്കാത്ത റിയാക്ഷനെ നമുക്ക് അമോണിയയിൽ വെച്ച് നടത്താൻ പറ്റും. അതാണ് സെക്കൻഡ് കാറ്റഗറി. ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ ലിക്വിഡ് അമോണിയയിലും വാട്ടറിലും ഒരുപോലെ നടക്കുന്ന precipitation റിയാക്ഷൻസ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ റിയാക്ഷൻസ് which occur in a reverse manner as that happens in aqueous media. aqueous മീഡിയത്തിൽ നടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എവിടെ നടക്കുന്നത്? അമോണിയയിൽ അത് നടക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ റിയാക്ഷൻ ബിറ്റ്വീൻ സിൽവർ ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം നൈട്രേറ്റ്. നമ്മൾ സിൽവർ ക്ലോറൈഡും പൊട്ടാസ്യം നൈട്രേറ്റും എടുത്ത് മിക്സ് ചെയ്യാണ് വിചാരിച്ചോളൂ. ആൻഡ് we are using the liquid ammonia as the solvent. You will get potassium chloride that will precipitate out and silver nitrate. ഇതാണ് ആ റിയാക്ഷൻ. ഇവിടെ നോക്കൂ, പൊട്ടാസ്യം ക്ലോറൈഡ് precipitate ചെയ്യാണ്. ആക്ച്വലി വാട്ടറിൽ ഈ റിവേഴ്സ് റിയാക്ഷനാണ് നടക്കുക. നമുക്ക് സിൽവർ നൈട്രേറ്റിലേക്ക് പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്താൽ ദാറ്റ് വിൽ precipitate സിൽവർ ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം. സിൽവർ ക്ലോറൈഡ് precipitate ചെയ്യുന്നത്, അതായത് വാട്ടറിൽ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് നടക്കുക, അമോണിയയിൽ ഈ റിയാക്ഷനാണ് നടക്കുക. അതാണ് റിയാക്ഷൻസ് ഒക്കർ ഇൻ എ റിവേഴ്സ് മാനർ ആസ് ദാറ്റ് ഇൻ അക്വസ് മീഡിയം. അക്വസ് മീഡിയത്തിൽ നടക്കുന്നതിൻ്റെ നേരെ റിവേഴ്സാണ് അമോണിയയിൽ നടക്കുന്നത്. നോക്കൂ, KCl എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് ഇല്ലേ, അതുപോലെയുള്ള ആളാണ് പൊട്ടാസ്യം ക്ലോറൈഡ്. നമുക്കറിയാം അത് വാട്ടറിൽ സോലബിൾ ആണ് അല്ലേ, പക്ഷേ ലിക്വിഡ് അമോണിയയിൽ അത് ഇൻസോലബിൾ ആണ്. ഓക്കെ,
സിൽവർ നൈട്രേറ്റും ഇങ്ങോട്ട് സിൽവർ നൈട്രേറ്റ് പിന്നെ സോലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ വാട്ടറിലും സോലബിൾ തന്നെയാണ് സിൽവർ നൈട്രേറ്റ്. അപ്പോൾ വാട്ടറിൽ നേരെ ഓപ്പോസിറ്റ് വെൻ KCl സോലബിൾ KCl ആൻഡ് സോലബിൾ സിൽവർ നൈട്രേറ്റ് രണ്ടും കൂടി മിക്സ് ചെയ്താൽ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കാണാം. അത് സിൽവർ ക്ലോറൈഡ് ആണ് ഇൻ വാട്ടർ. അപ്പോൾ വാട്ടറിൽ ഈ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് നടക്കുക, അമോണിയയിൽ ഇങ്ങോട്ടേക്കാണ് നടക്കുക. സോ ദാറ്റ് ഈസ് ദ റിയാക്ഷൻസ് വിച്ച് ഒക്കർ ഇൻ റിവേഴ്സ് മാനർ ആസ് ദാറ്റ് ഇൻ അക്വസ് മീഡിയം. എന്നാൽ നമുക്കൊരു ബ്രോമൈഡുള്ള റിയാക്ഷൻ എഴുതി നോക്കാം, AgBr. ഓക്കെ, ആൻഡ് ഇവിടെ പൊട്ടാസ്യം നൈട്രേറ്റിന് പകരം നമ്മൾ ബേരിയം സെക്കൻഡ് ഗ്രൂപ്പ് BaNO3 ട്വൈസ് ബേരിയം നൈട്രേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് ബേരിയം ക്ലോറൈഡ് BaCl2 പ്ലസ് AgNO3 2AgNO3. ഓക്കെ, ദെൻ സിമിലർലി സിൽവർ ക്ലോറൈഡ് ബേരിയം നൈട്രേറ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ എഴുതാം നമുക്ക്. ഓക്കെ, സോ ഇവിടെ എന്താ ഉണ്ടാകുന്നത്, ബേരിയം ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ്. പക്ഷേ നമുക്കറിയാം വാട്ടറിൽ ബേരിയം ക്ലോറൈഡ് സോലബിൾ ആണ്, ബട്ട് ലിക്വിഡ് അമോണിയയിൽ ബേരിയം ക്ലോറൈഡ് ഇൻസോലബിൾ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് നമ്മളുടെ ലിക്വിഡ് അമോണിയയിൽ നടക്കുന്നത്. അത്തരം റിയാക്ഷൻസാണ് ലിക്വിഡ് അമോണിയ പ്രൊമോട്ട് ചെയ്യുന്നത്. വാട്ടറിൽ ഇങ്ങോട്ടേക്കുള്ള റിയാക്ഷൻസാണ് പോസിബിൾ ആയിട്ടുള്ളത്. ദെൻ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് റിയാക്ഷൻസ് occur in liquid ammonia but not in water. വാട്ടറിൽ നടക്കാത്ത റിയാക്ഷൻ but that occur in liquid ammonia. Let us check an example. The reaction between ammonium chloride and potassium iodide, NH4Cl plus potassium iodide, and we are using liquid ammonia as a solvent, and you will get ammonium iodide plus KCl എന്താ ചെയ്യുക, precipitate ചെയ്യും. ഓക്കെ, സോ ഇത്തരം റിയാക്ഷൻ വാട്ടറിൽ ഒരിക്കലും നടക്കില്ല. അമോണിയം ക്ലോറൈഡും പൊട്ടാസ്യം അയോഡൈഡും എടുത്ത് മിക്സ് ചെയ്താൽ നമുക്കിതൊരിക്കലും കിട്ടില്ല. ഓക്കെ, ബട്ട് ഇറ്റ് റെഡിലി കൺഫേംസ് ഇൻ liquid ammonia. Ammonium chloride plus potassium iodide gives ammonium iodide plus KCl ഇവിടെ precipitate ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് വിൽ നോട്ട് occur in water. വേറൊരു എക്സാമ്പിൾ കൂടി പറയാം, സിങ്ക് നൈട്രേറ്റ് ZnNO3 twice സിങ്ക് നൈട്രേറ്റ് പ്ലസ് 2 അമോണിയം അയഡൈഡ് എടുത്ത് നോക്കാം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് സിങ്ക് അയഡൈഡ് പ്ലസ് അമോണിയം നൈട്രേറ്റ് NH4NO3 2 അമോണിയം. സോ സിങ്ക് അയഡൈഡ് ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. സോ ഈ റിയാക്ഷൻ നമുക്ക് വാട്ടറിൽ കിട്ടില്ല. അപ്പോൾ ദീസ് ആർ ദ റിയാക്ഷൻ ദാറ്റ് ഒക്കർ ഇൻ ലിക്വിഡ് അമോണിയ ബട്ട് നോട്ട് ഇൻ വാട്ടർ. വാട്ടറിൽ തരാത്ത റിയാക്ഷനെ നമുക്ക് ലിക്വിഡ് അമോണിയയിൽ വെച്ച് ചെയ്യാം. അതല്ലേ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? ഓക്കെ, ദെൻ നമ്മൾ ദെൻ വേറൊരു കാറ്റഗറി എന്താ പഠിച്ചത്, രണ്ടിലും തരും, വാട്ടറിലും തരും ലിക്വിഡ് അമോണിയയിലും തരും. ഫോർ എക്സാമ്പിൾ സൾഫൈഡ്സ്, അമോണിയം സൾഫൈഡ് NH4 twice അമോണിയം സൾഫൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് സിൽവർ നൈട്രേറ്റ് 2AgNO3 നമ്മൾ ലിക്വിഡ് അമോണിയാണ് സോൾവൻറ്റ്. ഓക്കെ, ആൻഡ് യു വിൽ ഗെറ്റ് സിൽവർ സൾഫൈഡ് Ag2S പ്ലസ് അമോണിയം നൈട്രേറ്റ് 2NH4NO3. സിൽവർ സൾഫൈഡ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ നോക്കൂ, ഇത് വാട്ടറിലും ഇതേ റിയാക്ഷൻ തന്നെ തരാണ്, ലിക്വിഡ് അമോണിയയിലും ഇതേ റിയാക്ഷൻ തന്നെ തരാം. സോ ദാറ്റ് ഈസ് ദ തേർഡ് കാറ്റഗറി. അപ്പോൾ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരുന്നത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ്. എന്താ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് ഇൻസോലബിൾ ദാറ്റ് വിൽ ബി പ്രസിപ്പിറ്റേറ്റഡ്. അത് 3 കാറ്റഗറി ഉണ്ട്. റിയാക്ഷൻസ് വിച്ച് ഒക്കർ ഇൻ എ റിവേഴ്സ് മാനർ ഇൻ ലിക്വിഡ് അമോണിയ ആസ് ദാറ്റ് ഇൻ അക്വസ് മീഡിയം. അക്വസ് മീഡിയത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ദീസ് റിയാക്ഷൻസ്. പിന്നെയുള്ളത് ദ റിയാക്ഷൻസ് ഒക്കർ ഇൻ ലിക്വിഡ് അമോണിയ ബട്ട് നോട്ട് ഇൻ വാട്ടർ. വാട്ടറിൽ നടക്കാത്ത റിയാക്ഷൻസ് ലിക്വിഡ് അമോണിയയിൽ കിട്ടും. ദെൻ ദാറ്റ് വിൽ ഒക്കർ ഇൻ ബോത്ത് വാട്ടർ ആൻഡ് ലിക്വിഡ് അമോണിയ. അപ്പോൾ നമ്മൾ 4 റിയാക്ഷൻസ് പഠിച്ചു. ഏതൊക്കെയാണ്? മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ, പിന്നെ എന്തായിരുന്നു, റിഡോക്സ് റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ, ആസിഡ് ബേസ് റിയാക്ഷൻസ്, precipitation reaction. Next we want to study complex formation reactions. Liquid ammonia can be used as a better solvent for some of the formation of complexes ഉണ്ടാക്കാൻ പറ്റും. For example, we have zinc nitrate ZnNO3 twice. Zinc nitrate when it is treated with potassium amide KNH2 2 KNH2. Okay, so സിങ്ക് അമൈഡ് ഉണ്ടാവും ZnNH2 ട്വൈസ് എന്ന് എഴുതും കേട്ടോ. സെഡിൻ്റെ എപ്പോഴും ട്വൈസ് ഉണ്ടായിരിക്കണം, Zn2+ അല്ലേ. ഓക്കെ ZnNH2 ട്വൈസ്, 1 മൈനസ് ഉള്ളതാണെങ്കിലാണ് കേട്ടോ ട്വൈസ് പറഞ്ഞത്. ഓക്കെ, പ്ലസ് 2
KNO3 പൊട്ടാസ്യം നൈട്രേറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇതെന്താണ്? സിങ്ക് അമൈഡ്. KNH2 പറഞ്ഞാൽ പൊട്ടാസ്യം അമൈഡ്, ഇത് സിങ്ക് അമൈഡ് ഉണ്ടാവും, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ അപ്പോൾ ആ സൊല്യൂഷനിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് പൊട്ടാസ്യം അമൈഡ് ആഡ് ചെയ്യുക വിചാരിച്ചോളൂ. അപ്പോൾ ഇപ്പം നമ്മൾ സിസ്റ്റത്തിൽ എന്താ ഉള്ളത്? ZnNH2 ട്വൈസ് സിങ്ക് അമൈഡ് ആണല്ലോ നമ്മുടെ അടുത്തുള്ളത്, അതിങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കുകയാണ്. അതിലേക്ക് നമ്മൾ വീണ്ടും പൊട്ടാസ്യം അമൈഡ് ആഡ് ചെയ്തു, കുറച്ചുകൂടി പൊട്ടാസ്യം അമൈഡ് ആഡ് ചെയ്താൽ ദർ ഒക്കേഴ്സ് എ ഫോർമേഷൻ ഓഫ് എ കോംപ്ലക്സ് K2Zn. ഇവിടെ ഒരു NH2 4 ടൈംസ് എന്ന് എഴുതുക. ഓക്കെ, സോ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് സോല്യബിൾ അമിഡോ കോംപ്ലക്സ്. NH2 പറഞ്ഞാൽ അമിഡോ ഗ്രൂപ്പാണ്, സോല്യബിൾ ആയിട്ടുള്ള ഒരു അമിഡോ കോംപ്ലക്സ് ഇവിടെ ഉണ്ടായി. സോ അങ്ങനെ കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻസ് നമുക്ക് ഇവിടെ എഴുതണം കേട്ടോ, മറക്കരുത്. ലിക്വിഡ് അമോണിയ നമ്മൾ യൂസ് ചെയ്യുന്നത് അമോണിയാണ് സോൾവെൻറ്റ്. സോ സിങ്ക് നൈട്രേറ്റ് പൊട്ടാസ്യം അമൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് സിങ്ക് അമൈഡ് കിട്ടി. ഇഫ് യു ആർ ആഡിങ് എക്സസ് പൊട്ടാസ്യം നൈട്രേറ്റ് പൊട്ടാസ്യം അമൈഡ് യു വിൽ ഗെറ്റ് എ സോല്യബിൾ അമിഡോ. ഇതൊരു കോംപ്ലക്സ് കിട്ടും. അങ്ങനെ കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻസിനെ നമുക്ക് ഈ സിങ്കിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ വാട്ടറിലും ഈ റിയാക്ഷൻ നടക്കും. അതിൽ സിങ്ക് നൈട്രേറ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, സിങ്ക് ഹൈഡ്രോക്സൈഡ്സ്. സിങ്കിൻ്റെ ഹൈഡ്രോക്സൈഡ്സ് യൂസ് ചെയ്താൽ നമുക്കിങ്ങനെ സിങ്ക് ഹൈഡ്രോക്സോ കോംപ്ലക്സ്, ഇത് അമിഡോ കോംപ്ലക്സ് ആണ്. വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഹൈഡ്രോക്സോ കോംപ്ലക്സ് ആണ് കേട്ടോ. പിന്നെ വേറൊരു റിയാക്ഷൻ കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. Another complex formation reaction is the reaction between silver amide AgNH2 plus potassium amide KNH2. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് K പ്ലസ് ഉണ്ടായിരിക്കും. ദെൻ AgNH2 ട്വൈസ്. ഓക്കെ, ഇതല്ലെങ്കിൽ രണ്ടും കൂടി എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ KAgNH2 ട്വൈസ് ഇതൊരു സോലബിൾ അമിഡോ കോംപ്ലക്സ് തന്നെ. അപ്പോൾ കോംപ്ലക്സ് റിയാക്ഷൻസ് നമുക്ക് ലിക്വിഡ് അമോണിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് reactions, that is F type reactions are ammonolytic reactions. Ammonolytic reactions or solvolytic എന്ന് പറയും. solvolytic reactions, ammonolytic or solvolytic അതായത് സോൾവെൻ്റ് തന്നെ ഡിസോസിയേറ്റ് ചെയ്യുക. സോ ഇൻ ദിസ് റിയാക്ഷൻ അമോണോലിറ്റിക് എന്ന് പറഞ്ഞാൽ അമോണിയ അത് ഡിസോസിയേറ്റ് ചെയ്യണം. അമോണിയ ഡിസോസിയേറ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുന്നത്? NH4 പ്ലസും NH2 മൈനസും ആണ് അല്ലേ. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അമോണോലിറ്റിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എനി കോമ്പൗണ്ട് ദാറ്റ് ക്യാൻ ഇൻട്രാക്ട് വിത്ത് അമോണിയ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഗീവ് ഐദർ NH4 പ്ലസ് അയോൺ ഓർ NH2 മൈനസ് അയോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ ആസിഡ് ബേസ് പറഞ്ഞത് ആ തന്നിരിക്കുന്ന ആൾക്കേ NH4 പ്ലസ് ഉണ്ടാവും അല്ലേ. NH4 പ്ലസ് ഉള്ളവരാണല്ലോ ആസിഡ്. ബേസ് എന്ന് പറഞ്ഞാൽ NH2 മൈനസോ NH മൈനസോ ഒക്കെ ഉള്ളവരാണ് അല്ലേ ബേസ്. ഇവിടെ നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് അമോണിയയായിട്ട് ഇൻട്രാക്ട് ചെയ്യും, എന്നിട്ട് അമോണിയനെ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് NH4 പ്ലസോ NH2 മൈനസോ ആക്കി മാറ്റും. So that is ammonolytic reaction. That is a reaction in which a compound will interact with the solvent ammonia, causing an increasing concentration of NH4 plus or NH2 minus. And these reactions are usually performed by covalent നോൺ മെറ്റാലിക് ഓർ മെറ്റാലിക് ഹാലൈഡ്സ്. കോവാലൻ്റ് ആയവരാണ് ഇത്. നോൺ മെറ്റാലിക് ഓർ മെറ്റാലിക് ഹാലൈഡ്സ് ആണ് തരുക. അതായത് ക്ലോറൈഡ് ബ്രാമൈഡ് ഒക്കെ ഇല്ലേ, അത് കോവാലൻ നേച്ചർ ഉള്ളവരാണ് ഇത്തരം റിയാക്ഷൻസ് തരുന്നത്. അയോണിക്, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അയോണിക്കാണ്, അത് തരില്ല. ബട്ട് കോവാലൻ്റ് ആയിട്ടുള്ള നോൺ മെറ്റാലിക് ഓർ മെറ്റാലിക് ഹാലൈഡ്സ് ആണ് ഇത്തരം റിയാക്ഷൻസ് തരുന്നത്. സോ കോവാലൻ്റ് ഹാലൈഡ്സ് ആണ് യൂഷ്വലി ഇത് തരുന്നത്. ഫോർ എക്സാമ്പിൾ BX3 ബോറോൺ ഹാലൈഡ്സ്, ബോറോൺ ട്രൈക്ലോറൈഡ്, ഫ്ലൂറൈഡ് ഒക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കോവാലൻ്റ് ഹാലൈഡ്സ്, മെറ്റൽ ഓർ നോൺ മെറ്റാലിക് ഹാലൈഡ്സ് വെൻ റിയാക്ട് വിത്ത് അമോണിയായിട്ട് റിയാക്ട് ചെയ്യുന്നു. നമ്മുടെ സോൾവെൻറ്റും അമോണിയ തന്നെയാണ്, NH3. ഓക്കെ, സോ ഇറ്റ് വിൽ ഗീവ് BNH2 thrice. BX3 പറയുമ്പോൾ NH2 thrice എന്ന് എഴുതണം, പ്ലസ് 3 അമോണിയം ഹാലൈഡ് ഏതാച്ചാൽ തരും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ അമൈഡ് ഉണ്ടാവുകയല്ലേ ചെയ്തത്. സോ ഇവിടെ എന്താ ഉണ്ടായത്? ദിസ് കോമ്പൗണ്ട് ഇൻട്രാക്ട് വിത്ത് അമോണിയ ഗിവിങ് NH2 മൈനസ്. ഇത്തരം റിയാക്ഷൻസിനെ നമ്മൾ അമോണോലിറ്റിക് റിയാക്ഷൻസ്, അമോണിയ തന്നെ നമ്മൾ ഡിസോസിയേറ്റ്.
ആസിഡ് ബേസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇയാൾക്ക് നമ്മൾ എടുക്കുന്ന ആൾക്ക് തന്നെ NH4+ അല്ലെങ്കിൽ NH2- ഉണ്ടാവും. അതുണ്ടാവില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ലിക്വിഡ് അമോണിയ എടുക്കുമ്പോൾ അതിനെ അതായത് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അമൈഡോ അമോണിയോ ഒക്കെ ഉണ്ടാവും. ഇത്തരം റിയാക്ഷൻസ് ആണ് അമോണോലിറ്റിക് റിയാക്ഷൻസ്. വേറൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. PCl5 + 10 അമോണിയ വേണം. അപ്പോൾ സോ ദാറ്റ് വിൽ ഗീവ്സ് NH2. ഇവിടെ 5 ആണെങ്കിൽ ഇതും 5 ടൈംസ് എന്ന് എഴുതുക. ഓക്കെ, ദെൻ ഇവിടെ 5 അമോണിയം ക്ലോറൈഡ്. ഇതൊന്നും പഠിക്കാൻ ബുദ്ധിമുട്ടില്ല കേട്ടോ, ഒരു സിമ്മട്രി ഉണ്ട് എല്ലാത്തിലും. ഓക്കെ, അങ്ങനെ കുറേ റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് അയച്ചിട്ട് ഏതെങ്കിലും 1-2 പഠിച്ചാൽ മതി. അല്ലാതെ ഇത് തന്നിട്ട് ഇതെന്താ പ്രോഡക്റ്റ് എന്നൊന്നും ചോദിക്കില്ല. വാട്ട് ആർ അമോണോലിറ്റിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ 2 എക്സാമ്പിൾ എഴുതുക, അത്രയേ ഉള്ളൂ. ദെൻ വേറെ ആൽക്കൈൽ ഹാലൈഡ്സും ഇതുപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. കോവാലൻ്റ് ഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ്സിനെ എടുത്തൂടെ. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സ് പ്ലസ് അമോണിയ 2NH3. സോ യു വിൽ ഗെറ്റ് പ്രൈമറി അമീനാണ് ആദ്യം കിട്ടുക. യു വിൽ ഗെറ്റ് RNH2 ആസ് ദ ഫസ്റ്റ് കോമ്പൗണ്ട്, പ്രൈമറി അമീൻ. ആ പ്രൈമറി അമീൻ വീണ്ടും ഇതേ ആൾക്കാരുമായിട്ട് RX + NH3, അമോണിയ മാത്രം മതി, NH3. സോ യു വിൽ ഗെറ്റ് R2NH, സെക്കൻഡറി അമീനാണ് കിട്ടുന്നത്. R2NH പ്ലസ് എല്ലാത്തിലും NH4X കേട്ടോ. ഈ R2NH വീണ്ടും R2NH ക്യാൻ കമ്പൈൻ വിത്ത് RX + NH3 ഗീവ്സ്, ഇവിടെയൊക്കെ ലിക്വിഡ് അമോണിയ എന്ന് എഴുതണേ, R3N, ദാറ്റ് ഈസ് ടെർഷ്യറി അമീൻ പ്ലസ് NH4X. അപ്പോൾ നോക്കൂ, ഇതൊരു കോവാലൻ്റ് ഹാലൈഡാണ്. അത് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നോക്കൂ, അമൈഡ് ഉണ്ടാക്കി, ഇമൈഡ് ഉണ്ടാക്കി, നൈട്രൈഡ് ഉണ്ടായി അല്ലേ. അപ്പോൾ ഇതും അമോണോലിറ്റിക് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് അമോണിയനെ അവർ ഡിസോസിയേറ്റ് ചെയ്യുന്നു. സോ ആൽക്കൈൽ ഹാലൈഡായിട്ട് നമുക്ക് പ്രൈമറി അമീൻ കിട്ടും, സെക്കൻഡറി അമീൻ കിട്ടും, ടെർഷ്യറി അമീൻ കിട്ടും. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇതുവരെ ഹാലൈഡ്സാണ് പറഞ്ഞത് അല്ലേ. നോക്കൂ, കോവാലൻ്റ് മെറ്റൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്സ്. അതുപോലെ തന്നെ ഓക്സി ഹാലൈഡ്സും ഇതേ റിയാക്ഷൻസ് തരും. ഫോർ എക്സാമ്പിൾ POCl3, ഓക്സി ഹാലൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് അമോണിയ. സോ യു ക്യാൻ റൈറ്റ് POCl3 എന്നായതുകൊണ്ട് നമ്മൾ എന്ത് എഴുതുക, NH2 ത്രൈസ് എന്ന് എഴുതുക. ഓക്കെ, പ്ലസ് 3NH4Cl. ഇങ്ങനെ ഓക്സി ഹാലൈഡ്സും സെയിം റിയാക്ഷൻസ്. അത് നോക്കൂ, അമോണിയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് അമൈഡോ ഇമൈഡോ ആക്കി മാറ്റുന്നു. ഇത്തരം റിയാക്ഷൻസ് ആണ് അമോണോലിറ്റിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ സോൾവോലിറ്റിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ള റിയാക്ഷനാണ് അമോണേഷൻ റിയാക്ഷൻ. അമോണേഷൻ മാറരുതേ, ലിറ്റിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അമോണേഷൻ എന്ന് പറയുമ്പോൾ അമോണിയയ്ക്ക് സ്പ്ലിറ്റിംഗ് ഒന്നുമില്ല, അതുപോലെ നിൽക്കുക ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻസ്, അമോണേഷൻ അല്ലെങ്കിൽ അമോണിയേഷൻ എന്നും പറയും. അമോണേഷൻ ഓർ അമോണിയേഷൻ. ഫോർ എക്സാമ്പിൾ സം ഓഫ് ദ മെറ്റൽ salts like cobalt chloride COCl2 when it is treated with ammonia. നമ്മൾ സോൾവെൻ്റ് ഏതാണ്, liquid ammonia as the solvent, you will get a complex CONH3 6 times, 6 ammonia അല്ലേ, NH3 6 times Cl2. ഇതൊരു കോംപ്ലക്സ് ആണ്, അമോണിയയുള്ള കോംപ്ലക്സ് ആണ്. ഓക്കെ, അതാണ് അമോണേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റിംഗ് ഒന്നും നടക്കുന്നില്ല, അമോണിയ നേരിട്ട് റിയാക്ഷനിൽ ആക്ട് ചെയ്യുന്നു ഇവിടെ നമ്മളൊരു സോൾവെൻ്റ് അമോണിയ യൂസ് ചെയ്യുമ്പോൾ. സോ ദീസ് ആർ അമോണേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ അമോണിയേഷൻ റിയാക്ഷൻ. ഫോർ വേറൊരു എക്സാമ്പിൾ CO പറയുമ്പോൾ ക്രോമിയം നമുക്ക് നോക്കി നോക്കാം. CrCl3 എന്ന് എഴുതണം. ഓക്കെ, അമോണിയയുടെ അത് സെയിം തന്നെ 6NH3. വി ആർ യൂസിങ് ലിക്വിഡ് അമോണിയ ആസ് ദ സോൾവെന്റ്. യു വിൽ ഗെറ്റ് ക്രോമിയം NH3 6 times അത് തന്നെയാണ്, ബട്ട് Cl3 എന്ന് എഴുതണം ഇവിടെ. ഓക്കെ, സോ ഇതാണ് അമോണേഷൻ. സ്പ്ലിറ്റിംഗ് ഒന്നും നടക്കില്ല, അമോണിയ ഇതിൽ ഈ റിയാക്ഷനിൽ വന്നു. പക്ഷെ നമ്മൾ നേരത്തെ ഇതും കോംപ്ലക്സ് തന്നെയാണ്. കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷനിൽ അമിഡോ കോംപ്ലക്സ് ഉണ്ടാവുകയാണ് അല്ലേ, NH2. അവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കോംപ്ലക്സ് ചെയ്യുന്നു. ഇവിടെ സ്പ്ലിറ്റ് നടക്കാതെ നേരിട്ട് അമോണിയ ഇറ്റ്സെൽഫ് ആക്ട് ആസ് എ ലിഗാൻഡ്, ഒരു ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു. അവിടെ അമൈഡ് ഉണ്ടായിട്ടാണ് കോംപ്ലക്സ് ഉണ്ടാവുന്നത്. ഇവിടെ നേരിട്ട് അമോണേഷൻ നടക്കും, അമോണിയനെ ആഡ് ചെയ്താണ്, ദാറ്റ് ഈസ് അമോണേഷൻ റിയാക്ഷൻസ്. പിന്നെ വേറെ അഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. SO3 + അമോണിയ, ഒരു ബേസും ഇതൊരു ആസിഡാണ്, അപ്പോൾ അത് ബേസുമായിട്ട് അഡക്റ്റ് SO3 2NH3. ഇങ്ങനെ അഡക്റ്റ് ഫോർമേഷൻ റിയാക്ഷൻസും പോസിബിളാണ്.
ഓക്കെ, സോ റിയാക്ഷൻസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ മൊത്തം 5-6 ടൈപ്പ് റിയാക്ഷൻസ് പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ ടു സ്റ്റഡി അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് ലിക്വിഡ് അമോണിയ ആസ് എ സോൾവെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അറിയാം, ആൽക്കലി മെറ്റൽസ്. ഓക്കെ, വാട്ടർ ആണ് മീഡിയം എങ്കിൽ ആൽക്കലി മെറ്റൽസ് ഹാവ് that is exothermic reaction with water. So the reactions of alkali metals can be easily carried out in liquid ammonia. ആൽക്കലി മെറ്റൽസിൻ്റെ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ലിക്വിഡ് അമോണിയയിൽ ഈസി ആയിട്ട് ചെയ്യാം അല്ലേ? വാട്ടറിൽ പറ്റില്ലല്ലോ, വാട്ടർ വിൽ റെഡിലി റിയാക്ട് വിത്ത് ആൽക്കലി മെറ്റൽ. സോ ദ റിയാക്ഷൻസ് ഓഫ് ആൽക്കലി മെറ്റൽസ് can be readily done in liquid ammonia, and then excess can be taken out by evaporation. ജസ്റ്റ് ഇവാപ്പറേറ്റ് ചെയ്താൽ നമുക്ക് എക്സസ് ആൽക്കലീനെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാനും പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. ദെൻ രണ്ടാമത് പറയുന്നത്, നമുക്കറിയാം മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ നല്ലൊരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ് അല്ലേ? ആ ഫ്രീ ഇലക്ട്രോൺസ് കാരണം ദേ ആർ എ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. സോ മെനി റിഡക്ഷൻ പ്രോസസ് ദാറ്റ് ആർ ഇംപോസിബിൾ ഇൻ വാട്ടർ ക്യാൻ ബി റെഡിലി ഡൺ ഇൻ ലിക്വിഡ് അമോണിയ. ആ റിഡക്ഷൻ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചില്ലേ? സെക്കൻഡ് കാറ്റഗറി അല്ല കേട്ടോ, മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയയുടെ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചപ്പോൾ സിൻസ് ഇറ്റ് ഈസ് ഹാവിങ് റെഡ്യൂസിങ് നേച്ചർ, ഇത് ലിക്വിഡ് അമോണിയ അല്ല, മെറ്റൽ ആൻഡ് ലിക്വിഡ് അമോണിയ, അതിന് റെഡ്യൂസിങ് നേച്ചർ ഉണ്ടായതുകൊണ്ട് സോ മെനി റിഡക്ഷൻ റിയാക്ഷൻസ് ആർ പോസിബിൾ ഇൻ ലിക്വിഡ് അമോണിയ ദാൻ അക്വസിൽ നടക്കാത്തതൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. പിന്നെ തേർഡ് എന്ന് പറയുന്നത് സോൾവേഷൻ വളരെ കുറവാണ്. നമ്മൾ വാട്ടർ എടുക്കുമ്പോഴാണ് നല്ല സോൾവേഷൻ എടുക്കുക. അപ്പോൾ ചില മെറ്റൽസ് ചില സോൾട്ടുകൾക്കൊക്കെ സോൾവേഷൻ കുറവാണ് ലിക്വിഡ് അമോണിയയിൽ. അപ്പോൾ സോൾവേഷൻ അത്ര വേണ്ട എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? ലിക്വിഡ് അമോണിയ യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോൾവോളിസിസ് റിയാക്ഷൻസ് ഒന്നും ലിക്വിഡ് അമോണിയയിൽ അത്ര പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കേസ് വേണമെങ്കിൽ വി ക്യാൻ യൂസ് ലിക്വിഡ് അമോണിയ ആസ് എ സോൾവെന്റ്. വാട്ടർ ആണെങ്കിൽ സോൾവോളിസിസ് നടക്കും, അവിടെ സ്പ്ലിറ്റ് ചെയ്യപ്പെടും. പക്ഷേ അത് വേണ്ട എങ്കിൽ നമുക്ക് ലിക്വിഡ് അമോണിയ യൂസ് ചെയ്യാം. പിന്നെ പറയുന്നത് ചില സൾഫൈഡ്സ്, ഹാലൈഡ്സ്, നമ്മൾ പറഞ്ഞില്ലേ സിൽവർ ക്ലോറൈഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ്, സിൽവർ ക്ലോറൈഡ് അല്ല, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, ഇതെല്ലാം സോല്യബിൾ ഇൻ വാട്ടറാണ്. ഓക്കെ, അപ്പോൾ അതിനെയൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലിക്വിഡ് അമോണിയ എടുക്കുമ്പോൾ ദാറ്റ് ആർ ഇൻസോല്യബിൾ ഇൻ ലിക്വിഡ് അമോണിയ, അപ്പോൾ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ. സോ സോല്യബിൾ ഹാലൈഡ്സ് ആൻഡ് സൾഫൈഡ്സ് ഇൻ വാട്ടർ ക്യാൻ മേക്ക് പ്രസിപ്പിറ്റേഷൻ ഇൻ ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കാം. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്. So next we want to study disadvantages. എന്താ ഡിസഡ്വാൻറ്റേജ്? ലിക്വിഡ് അമോണിയ എക്സസ് ഇൻ ദ ലിക്വിഡ് ഫോം ഓൺലി ഇൻ ബിറ്റ്വീൻ ദീസ് ടു ടെമ്പറേച്ചർ. അപ്പം മാക്സിമം നമുക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ -33 നമുക്ക് വരെ ചെയ്യണം അല്ലേ? ലോവർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -33 വരെ ചെയ്യണം. അതിൽ കൂടിപ്പോയിച്ചാൽ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് എത്തും അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഞ്ചിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ പറയുന്നത് ദിസ് ഈസ് ഹൈഗ്രോസ്കോപ്പിക് ആണ്. വാട്ടർ കണ്ട ഉടനെ വാട്ടറിനെ കയറി പിടിക്കും, എന്നിട്ട് അതിൽ ഡിസോൾവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അമോണിയ ഹൈഡ്രോക്സൈഡായിട്ട് മാറും അമോണിയ കുറച്ച് കഴിഞ്ഞാൽ, ലിക്വിഡ് അമോണിയ തുറന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഹൈഗ്രോസ്കോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മോയ്സ്ചർ ഫ്രീ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യണം. സ്പെഷ്യൽ സീൽഡ് ട്യൂബിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. പിന്നെ നമുക്കറിയാം പഞ്ചൻ്റ് ഓർഡർ അല്ലെ, അമോണിയയുടെ പഞ്ചൻ്റ് ഓർഡർ കാരണം നമുക്ക് അത് നമ്മളുടെ റിയാക്ഷൻസൊക്കെ എന്ന് പറയുന്നത് വർക്ക് ഭയങ്കര നമുക്കതൊരു സഫോക്കേഷൻ ആവും അല്ലേ, കുംബർസം ആയിരിക്കും, അതായത് ടൈം കൺസ്യൂമിങ് ആയിരിക്കും ഈ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഡിഫറെൻറ്റ് റിയാക്ഷൻസ് പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? ആസിഡ് ബേസ് റിയാക്ഷൻസ് പഠിച്ചു. ആസിഡ് ആണെങ്കിൽ NH4+ തരും, ബേസ് ആണെങ്കിൽ ഇമൈഡ് നൈട്രൈഡ് തരും. പിന്നെ നമ്മൾ പഠിച്ചത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് ആണ്. ഇൻസോല്യബിൾ ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ആയി നടക്കും. അത് 3 തരത്തിലുണ്ട്. വാട്ടറിൽ നടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടക്കും. വാട്ടറിൽ തരാത്ത റിയാക്ഷൻസൊക്കെ ഇയാൾ തരും. പിന്നെ വാട്ടറിലും ഇതിലും ഒരുപോലെ നടക്കുന്നത്. പിന്നെ നമ്മൾ കോംപ്ലക്സ് ഫോർമേഷൻ നടത്തുന്നു. അപ്പോൾ ലിക്വിഡ് അമോണിയ ഒരു സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ട് അമിഡോ കോംപ്ലക്സസുകൾ ഉണ്ടാവും. ഓക്കെ, ഇതും മറ്റേ കോംപ്ലക്സ് നമ്മൾ വ്യത്യാസം ഉണ്ട് കേട്ടോ. അമോണോലിറ്റിക് എന്ന് വെച്ചാൽ അമോണിയനെ തന്നെ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അമൈഡാക്കി മാറ്റും, അമോണിയവും അമൈഡാക്കി മാറ്റും. അത്തരം റിയാക്ഷൻസാണ് അമോണോലിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ അമോണേഷൻ എന്ന് പറയുമ്പോൾ അമോണിയ ഇറ്റ്സെൽഫ് കോംപ്ലക്സ് ഫോർമേഷനിൽ പങ്കെടുക്കുന്നു. പിന്നെ നമ്മൾ അഡ്വാൻറ്റേജസ് പഠിച്ചു, ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മളുടെ ലിക്വിഡ് അമോണിയ എന്നുള്ള സെക്ഷൻ കഴിഞ്ഞു. നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. കുറേ ഇതുണ്ട്, റിയാക്ഷൻസ് ഉണ്ട്. അതിങ്ങനെ ബൈ ഹാർട്ടൊന്നും പഠിക്കേണ്ട, ഒരൊറ്റൊന്ന് പഠിച്ചാൽ മതി. അതിൻ്റെ കണ്ടീഷൻ തന്നെയാണ് മറ്റതൊക്കെ വരുന്നത്. ഓക്കെ, അങ്ങനെ അത് ചെയ്യും.